ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തിൻ്റെ കീഴിലേക്ക് പോകും. ഇന്ന് ഭയങ്കര ത്രില്ലിലാണ്ടോ, കാരണം ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. അതിങ്ങനെ പറയാനുള്ളൊരു ത്രില്ലിലാണ്. ഓക്കെ ഓക്കെ, ഒരുപാട് ഉണ്ടാകുമ്പോൾ നമുക്ക് ആവേശം കൂടുതലാണ്. ആയിക്കോട്ടെ, സ്പീഡിൽ പോകണം. ആവേശം കൂടുന്ന എപ്പോഴും നല്ലതാണ്. അതെ. ഫസ്റ്റ് വൺ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ. ഓക്കെ. ഇന്ദ്രജിത്ത് സുകുമാരനും പിന്നെ അനശ്വര രാജനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ദീപു കരുണാകരനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 23, അതായത് നാളെ സിനിമ റിലീസിനെത്തും. ഓക്കെ, പൈങ്കിളിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. നമുക്ക് കല്യാണം കേൾക്കേണ്ട സുഖട്ടാ മോനെ വെറുപ്പിച്ചിട്ടങ്ങോട്ട്. അടുത്തത് ആഭ്യന്തര കുറ്റവാളി. ഓക്കെ, സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജൂൺ 6. ഓക്കെ. സേതുനാഥ് പത്മകുമാറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ആസിഫ് അലിയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മെയിൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്, മാറ്റി വെച്ചതാണ് കേട്ടോ. എന്തായാലും ചെക്ക് വെക്കുന്നത് തഗ് ലൈഫിനല്ല, തഗ്ഗിന്. ആരുടെ? ധ്യാൻ ശ്രീനിവാസന്റെ തഗ്ഗിന്. അടുത്തത് മണിരത്നം സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയെ കുറിച്ചാണ്. നവീൻ പൊളിഷെട്ടി നായകനാവുന്ന സിനിമ. ഈ സിനിമയിൽ രുക്മിണി വസന്ത് നായികയായിട്ട് എത്തും. ഓക്കെ ഓക്കെ, എത്തട്ടെ. തെലുങ്കിലും തമിഴിലുമായിട്ട് ഒരുങ്ങുന്ന സിനിമയാണ് കേട്ടോ മണിരത്നം. കിങ് സിനിമയുടെ ഷൂട്ട് ഇന്ന് തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഷാറുഖ് ഖാന്റെ ഡങ്കിക്ക് ശേഷം അതെ 1.5-2 വർഷത്തിന്റെ അടുത്തായി അത് ഷൂട്ട് തുടങ്ങി. അത് വലിയ സിനിമയാണ്. അടുത്ത വർഷമൊക്കെ നോക്കിയാൽ മതി. അതെ. ഹിറ്റ് 3 നാനി നായകനായ സിനിമയാണ്. അത്യാവശ്യം നല്ല ഹിറ്റായ സിനിമയാണ്. ഹിറ്റ് 3 OTT-യിലേക്ക് വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത്. ജൂൺ 5 സിനിമ സ്ട്രീമിംഗ് ചെയ്യും. കൊള്ളാട്ടോ, നല്ല സിനിമയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സിനിമയായിരുന്നു. വൈബടിച്ചത്. അടുത്തത് സ്പിരിറ്റ് സിനിമയിൽ നിന്ന് ദീപിക പദുക്കോണിനെ ഒഴിവാക്കുകയാണ് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. സന്ദീപ് റെഡ്ഡി വാങ്കയ്ക്ക് ആളുടെ ആക്ടിങ് സ്റ്റൈല്, അങ്ങനല്ല, വർക്കിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് കേൾക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും വരട്ടെ. അപ്പൊ ഇനി ആരാണോ പകരം? ഈ വർക്കിംഗ് സ്റ്റൈൽ എന്താണെന്നറിയോ? ഞാൻ ഇത്ര സമയം വരും, അതന്നെ, ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ. സല്ലുബായിനൊക്കെ പോലെ കുറെ പേരുണ്ടായാലേ. അതെ, എനിക്ക് ഇത്ര സമയം ചെയ്യാൻ, അതെ എനിക്ക് ഇത്ര സമയം. അതിനൊക്കെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലോട്ട് ഒരു സമയപരിധി ഇല്ല, ഒരു പ്രശ്നമില്ല. പിന്നെ പൊട്ടിയടിക്കുന്ന ചിലരുടെ മാത്രം അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പം കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ടാവും, ബാക്കി ഒരു പ്രശ്നമില്ല. അടുത്തത് കലാം. ഓക്കെ, ഇന്ത്യയുടെ മിസൈൽ മാൻ. ആളുടെ ജീവചരിത്രം സിനിമയാവുന്നു കലാം. ധനുഷാണ് പ്രധാന വേഷത്തിലെത്തുന്നത് കേട്ടോ. ഒരു പ്രശ്നമുണ്ട്, പക്ഷേ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഓം റൂട്ടാണ്. അതായത് ആദിപുരുഷ് എന്ന സിനിമയ്ക്ക് ശേഷം ഓം റൂട്ടിന്റെ സിനിമ പറയാൻ പറ്റൂല കേട്ടോ. ചിലപ്പോൾ എന്താ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു അനൗൺസ്മെന്റ്. പറയാൻ പറ്റില്ല, ഇതായതുകൊണ്ട്. പക്ഷെ പോസ്റ്ററിൽ തന്നെ ഒരു മിസൈൽ പോകുന്നുണ്ട് മുകളിലേക്ക്. അത് മിസൈൽ മാനെ കുറിച്ച് പറയുമ്പോൾ മിസൈൽ എന്തായാലും പോണത് മറ്റേ ഓമിന്റെ അടുത്ത മിസൈലാണെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഇങ്ങനത്തെ ഒരു സാധനം ആയതുകൊണ്ടാണ് കേട്ടോ കൺസെപ്റ്റ്. പക്ഷെ പിന്നെ മറ്റേ 3D ഒന്നും അല്ലല്ലോ, അതും കൂടി പറയാൻ പറ്റൂല. പിന്നെ ബ്ലാസ്റ്റ് ഒക്കെ കോമഡി ആയിരിക്കും. സത്യം, വെള്ളം കണ്ടായിരുന്നോ? അതിവിഷയം വെള്ളം കടലും കണ്ടില്ലായിരുന്നു. ആ രീതിയിൽ പരിപാടികളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വിചാരിക്കാം. ഇത് പ്രഭാസ് പിന്നെ ഒരു മാന്യനായിരുന്നു. ആ മാന്യത ധനുഷിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, ഒരിക്കലും ഇല്ല. അടുത്തത് രാജാ ശിവജി സിനിമയുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അനൗൺസ്മെന്റ് പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായിരുന്നു? ദേശ്മുഖ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അത് നായകനും അവിടെ തന്നെ ആയിരിക്കും. നമ്മുടെ ജല്ലിയ ദേശ്മുഖിന്റെ കെട്ടിയോൻ. മെയ് 1, 2026 സിനിമ റിലീസിനെത്തുന്നത്. ഇതിലുള്ള താരങ്ങളുടെ പേര് പറയാം. സഞ്ജയ് ദത്ത്, അഭിഷേക് ബച്ചൻ, അവരൊക്കെ പിന്നെ അഭിഷേക് ബച്ചനോ കഴിഞ്ഞ വന്നു. പിന്നെ മഹേഷ് മഞ്ചറൈക്കർ, പിന്നെ സച്ചിൻ കദേക്കർ, ഭാഗ്യശ്രീ, പിന്നെ ഫർദീൻ ഖാൻ. ഫർദീൻ ഖാനോ? ഓക്കെ. ജിതേന്ദ്ര ജോഷി, അമോൾ ഗുപ്തെ, ജല്ലിയ ദേശ്മുഖ്. ജല്ലിയ 2 കേട്ടോ. ഹൃദേശ് ദേശ്മുഖും.
ഓക്കെ, ആളെന്നെയാണ് സംവിധാനം അല്ലേ? രാജാ ശിവജി. രാജാ ശിവജി. ഓക്കെ, കൊള്ളാം. നോക്കാം. അടുത്ത കിഴി തഗ് ലൈഫ്. തഗ് ലൈഫ് സിനിമ ജൂൺ 5 റിലീസിനെത്തുകയാണ്. കമൽഹാസൻ നായകനാവുന്ന സിനിമയാണ്. നമ്മുടെ മണിരത്നാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകത ഉണ്ട്. അതായത് 8 ആഴ്ചക്ക് ശേഷം മാത്രമേ ഈ സിനിമ OTT കളിക്കാൻ കൊടുക്കുള്ളൂ എന്നാണ് കേട്ടത്. പോരെ, മതിയാവും. സിനിമ നല്ലതാണെന്നല്ലേ? നല്ലതാണെങ്കിൽ അതത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യൻ 2 വന്ന പോലെ ഒരു വരവ്. അത് ഇന്ത്യൻ 2 വളരെ പെട്ടെന്ന് വന്നോ? അത് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പെട്ടെന്ന് വന്നല്ലോ. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ ഒരു കുറച്ചും കൂടി കുറഞ്ഞു. എന്താണെങ്കിൽ ഇതിന്റെ ഡ്യൂറേഷൻ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ 45 മിനിറ്റും 43 സെക്കൻഡും ആണ് കേട്ടോ സിനിമയുടെ ഡ്യൂറേഷൻ. ഓക്കെ, അടുത്തത് വെട്ടുവം സിനിമ. പാരഞ്ജിത്ത് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. സിനിമയിലേക്ക് ശോഭിത ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ തഗ് ലൈഫിന്റെ സോങ് വന്നിട്ടുണ്ട് കണ്ടോ? തഗ് ലൈഫിന്റെ എന്തായിരുന്നു? ഷുഗർ ബേബി. ഷുഗർ ഡാഡി എന്ന് കേട്ടിട്ടുണ്ട്. ഷുഗർ ബേബിയാണ് പരിപാടി. വേറെ പരിപാടി പിടിക്കുന്നുണ്ട്. തൃശ്ശനെ പാടിയുള്ളത് അല്ലേ? തൃശ്ശനെന്നാ പറഞ്ഞ കേട്ടത്. അടുത്ത കിഴി ജയറാം നെക്സ്റ്റ്. മലയാളത്തിലൊരു 2 ബിഗ് പ്രൊജക്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആളെന്നെ. അതിലൊന്ന് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇത് നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ്. കൊള്ളാലോ. അപ്പം വലിയ പ്രൊജക്ട് തന്നെയാണല്ലോ. നന്നായി വന്ന് വരട്ടെ, അത്രേ ഉള്ളൂ. അതിഗംഭീരമാവട്ടെ. പിന്നെ അത് റൂമറായി അങ്ങ് പോകാതിരിക്കട്ടെ. ജൂഡ് അവിടെ പോയി ഏതോ ഒരു ഇതിന് കൈ കൊടുത്ത് കുടുങ്ങി. ആരുടെ കൂടെ കൊടുത്ത്? ലൈക്കന്റെ കൂടെ. അതാണ് വലിയ കമ്പനിക്ക് ഒപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ സിനിമകൾ പുറത്തു വരണമെങ്കിൽ കുറേ സമയം എടുക്കും. അടുത്തത് അതിഭീകര കാമുകൻ. അത്ര ഭീകരണം. സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലുക്മാന്റെ ബർത്ത്ഡേ ആണെന്ന്. ഓക്കെ, ഇന്നലെ. CC നിതിനും ഗൗതം തനിയിലും 2 പേര് കൂടിയിട്ടാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ദൃശ്യ രഘുനാഥ്. അതായത് ഹാപ്പി വെഡിങ്. അതന്നെ. ഫർസി 2 ഷാഹിദ് കപൂർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. വെബ് സീരീസ് ആണ്. ആമസോൺ പ്രൈമില്. ഇത് അടുത്ത സീസൺ വരാൻ പോകുന്നു. എന്നാ വരുന്നത് 2026 ഓഗസ്റ്റില്. അടുത്ത വർഷം കേട്ടോ. അടുത്ത വർഷം. ഒരു വർഷം മുന്നേ അനൗൺസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതെ, രാജാൻ DK ആണ് സംവിധാനം ചെയ്യുന്നത്. ഫർസി സൂപ്പർ സാധനം. നീ കണ്ടില്ലല്ലോ? അയ്യോടോ, കാണണം കേട്ടോ. അതിന്റെ മൂടങ്ങ് പോയായിരുന്നു. അടുത്തത് സൂര്യ 46 വെങ്കി അറ്റ്ലൂരി മൂവി. സിനിമയിൽ രവീന ടണ്ടനും പിന്നെ നമ്മുടെ രാധിക ശരത് കുമാറും ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് വേഷത്തെത്തുന്നതാണ്. നമുക്ക് അടുത്തത് ജനനായകൻ. ദളപതി വിജയ് നായകനാവുന്ന സിനിമ. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയുടെ റീമേക്ക് അവകാശം ഏത് ഭഗവന്ത് കേസരിയുടെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. പക്ഷേ ഈ സിനിമ മൊത്തത്തിലല്ല, ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അവകാശം വാങ്ങിയിട്ടുള്ളത്. ഒരു എപ്പിസോഡ്. ആ എപ്പിസോഡ് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എപ്പിസോഡാണെന്ന് അറിഞ്ഞൂടാ. ആ ഒരു എപ്പിസോഡ് എടുത്തിട്ട് 2 മണിക്കൂർ നീട്ടുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ഡയറക്ടറുടെ കയ്യിലിരിക്കുന്ന സാധനമാണ്. എന്തായാലും ഒരു സീൻ എന്തായാലും അതിനകത്തൊന്നും ഉണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഒരു സീനല്ല, ഒരു എപ്പിസോഡ്. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഭാഗം ആയിരിക്കാം, അറിഞ്ഞൂടാ, നോക്കാം. അടുത്തത് ഒറ്റക്കൊമ്പൻ. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ല് പുറത്ത് വന്നിട്ടുണ്ട്. ഏതോ ഫൈറ്റ് സീനിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നിൽക്കുകയെന്ന് തോന്നുന്നു. എന്തായിരിക്കും ഇതൊക്കെ തിയേറ്ററിൽ വരുമ്പോ? അതൊരു 1.5 ആഴ്ച. ഈ അവശത മാറിയിട്ട് സുരേഷ് ഗോപി വന്ന തകർക്കും. ഈ അവശത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്ക് അവശത ഉണ്ടെന്നല്ല കേട്ടോ. സിനിമയിൽ ലാസ്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളിലും ഒരു അവശത ഉണ്ട്. അതായത് എന്തോ ഒരു മൂസ വന്നില്ലേ, പാപ്പൻ, കാവല്, ഇതിനകത്തൊക്കെ പ്രായം ആയിട്ടുള്ള ആളായിട്ട് തന്നെ വന്നിട്ട് ഫുള്ള് ആ ഒരു ഫീല് നമുക്ക് ഭയങ്കര ക്ഷീണമുള്ള, ഭയങ്കര വയ്യായിക ഉണ്ടായിരുന്നു. ഗരുഡനിലുണ്ട്. അതെ, തനിക്ക് പറ്റുന്നില്ല, അങ്ങനെ അതായത് തന്നെ കൊണ്ട് കഴിയില്ല എന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ. ഇപ്പോൾ ഓസ്ലറിൽ ജയറാം ചെയ്ത കഥാപാത്രം പോലെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രായം തളർത്തിയ ഒരവസ്ഥ, അതൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലുള്ള അതിൽ നിന്നൊക്കെ മാറിയൊരു സാധനമായിരിക്കാനാണ് ഒറ്റക്കൊമ്പന് ചാൻസ് കൂടുതൽ. എന്തിനും പോകുന്ന നായകൻ. ആ രീതിയിലെങ്ങാനും സുരേഷ് ഗോപി ഇറങ്ങിയ പിന്നെ പറയാനല്ലോ. തിയേറ്ററിൽ
അതെ. അടുത്തത് മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ. ഓ സ്പെഷ്യൽ കിരിയാണ്. മമ്മൂക്കയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആൾ വർക്കൗട്ട് ചെയ്യുന്നത്. അത് ജിംസ് റോബർട്ട് ഇട്ടതാണ് സംഭവം. ഈ സ്റ്റില്ല് പഴയതാണ്, ഇതും ലേറ്റസ്റ്റ് അല്ല. യെസ്. ഓക്കെ, പുതിയ പോസ്റ്റാണ്. ഇനി ലാലേട്ടൻ്റെ, അതായത് ബർത്ത്ഡേ ആൾ ആഘോഷിക്കുന്നത് തായ്ലാൻഡിൽ വെച്ചിട്ടാണ്. തായ്ലാൻഡ്. അപ്പോൾ തായ്ലാൻഡിൽ നിന്നല്ല കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഒന്ന് കിടക്കാച്ചി ലുക്കിലൊന്ന്, പിന്നെ ഇവർ ഒരുമിച്ചുള്ള കേക്കൊക്കെ പിടിച്ച് നിൽക്കുന്ന സെലിബ്രേഷൻ. എന്താണെങ്കിലും ഗംഭീരമാവട്ടെ. എന്തായാലും ചെറുക്കൻ കൂടെ തന്നെ ഉണ്ട്. രണ്ട് അതുമല്ല, വീട് വിട്ടിട്ടില്ല, നാട് മല കയറിയിട്ടില്ല അന്ന്. ഇനി മമ്മൂക്കേന്റെ തിരിച്ചുവരവും ലാലേട്ടന്റെ തായ്ലാൻഡിൽ നിന്നുള്ള തിരിച്ചുവരവും കൂടി കഴിഞ്ഞാൽ പിന്നെ MMN. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.